പ്രവീൺ കെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ. വിഷ്ണു വിശാൽ, ശ്രദ്ധ ശ്രീനാഥ്, ശെൽവരാഘവൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് റിലീസായിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമ ആര്യൻ തിയേറ്ററിൽ പോയി കണ്ടു. ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നത് എൻ്റെ ഒരു സുഹൃത്തിനോടൊപ്പമാണ്. സിനിമ തുടങ്ങി കുറച്ച് നേരം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഈ സിനിമ എന്ന് പറയുന്നത് പണ്ട് മലയാളത്തിൽ ഇറങ്ങിയ ഒരു വെബ് സീരീസിൻ്റെ ഡിറ്റോ ആണ്, സെയിം കഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ്. മലയാളത്തിൽ ആദ്യമായി ഇറങ്ങിയ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ജോണറിലുള്ള ഒരു വെബ് സീരീസ് എന്ന് പറയുന്നത് നമ്മൾ കേരള ക്രൈം ഫയൽസ് ആണെന്നാണ് അവരും മാർക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഒരു വെബ് സീരീസ് ഉണ്ട്, മേനക എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ സെയിം സ്റ്റോറിയും കാര്യങ്ങളുമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എന്തായാലും ആ വെബ് സീരീസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കഥയെക്കുറിച്ചുള്ള സസ്പെൻസോ സ്പോയിലറോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മേനക കണ്ടിട്ടുള്ള ആളുകളോടാണ് അതും ഇതുമായിട്ടുള്ള കമ്പാരിസൺ പരിപാടി ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഈ സിനിമ കണ്ടു, ആര്യൻ എന്ന സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം മാത്രമാണ് ഈ വീഡിയോയിൽ. സിനിമയുടെ തുടക്കം നൈസായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശെൽവരാഘവൻ അങ്ങനെ വരുന്നു, കുറച്ച് ഡയലോഗുകൾ, കാര്യങ്ങൾ, ഇതിലെ ക്രൈം, പിന്നെ സീരിയൽ കില്ലിംഗ് പരിപാടികളുടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതൊക്കെ നൈസായിരുന്നു, അടിപൊളിയായിരുന്നു. അന്വേഷണവും അതിൻ്റെ പിന്നാലെയുള്ള പോക്കും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനു മുമ്പ് തമിഴ് സിനിമയിലും മലയാള സിനിമയിലും ഒക്കെ കണ്ടിട്ടുള്ള ആ അന്വേഷണ പരിപാടികളൊക്കെ അങ്ങനെയും മുന്നോട്ട് പോകുന്നുണ്ട്. അത്യാവശ്യത്തിന് ഉദ്വേഗമൊക്കെ ഉണ്ട്. പക്ഷേ സിനിമയുടെ ഈ ചുരുൾ അഴിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇതൊരുമാതിരി മറ്റേടുത്ത പരിപാടിയായി പോയിട്ടോ എന്ന് നമുക്ക് ഇതിലെ കഥാപാത്രത്തിനോട് ചോദിക്കാൻ തോന്നുന്നത് പോലത്തെ ഒരവസ്ഥയിലാണ് കൊണ്ടെത്തിച്ചത്. പക്ഷേ അതിലെന്താണോ കുഴപ്പമായി നമുക്ക് ഫീൽ ചെയ്യുന്നത്, ആ കുഴപ്പമാണ് എന്ന് സിനിമയിലെ നായക കഥാപാത്രം തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ചേർത്ത് വെച്ചുകൊണ്ട് അവരൊരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ബാലൻസിങ് പരിപാടി സിനിമയിലുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഇതൊരു ഓക്കെ സിനിമയാണ്. ജസ്റ്റ് ഓക്കെ സിനിമ മാത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രവീൺ കെ ആണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നതെന്ന്. അദ്ദേഹം തന്നെയാണ് മേനക എന്ന് പറയുന്ന വെബ് സീരീസും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വെബ് സീരീസ് ഒരു സിനിമയാക്കി മാറ്റിയതായിരിക്കാം. എന്തായാലും ഇത്രയും വർഷങ്ങളുടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. നമുക്ക് അതുപോലെ പോസിറ്റീവ്സ് എന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ്, പെർഫോമൻസുകൾ എല്ലാം ഗംഭീരമൊക്കെ അടിച്ച് കാലയ്ക്ക് സൂപ്പർ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. എല്ലാവരും നമ്മൾ ഇവരെയൊക്കെ കണ്ടിട്ടുള്ള പല സിനിമകളിൽ കണ്ടിട്ടുള്ള അവരുടെ പ്രകടനങ്ങൾ അതൊക്കെ തന്നെ നമുക്കിതിൽ കാണാനുണ്ട്. ആർക്കും അങ്ങനെ അതിഗംഭീര പ്രകടനമായിട്ട് കാഴ്ചവെക്കാനൊന്നുമില്ല. ശെൽവരാഘവൻ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അദ്ദേഹം ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. ശ്രദ്ധ ശ്രീനാഥ് ആദ്യമൊക്കെ നല്ലതായിരുന്നെങ്കിലും അവസാനം വരുമ്പോഴേക്കും അഭിനയിക്കുകയാണ് എന്ന് പറഞ്ഞ് അഭിനയിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ നമുക്ക് അങ്ങനെ കുറ്റം പറയാനുള്ളതൊന്നുമില്ല. എല്ലാവരും നന്നായി തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളും ജിബ്രാനാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. മ്യൂസിക് സൈഡ് നല്ലതായിരുന്നു. ഈ പറയുന്ന ഒരു ഉദ്വേഗം നിലനിർത്തിക്കൊണ്ട് പോവുക, ആ ടെൻഷൻ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇതിന് മുമ്പ് ഈ ഒരു ജോണറിൽ വരുന്ന സിനിമകളിലും വെബ് സീരീസുകളിലും ഒക്കെ കേട്ട് മറന്ന അതേ സംഭവങ്ങളൊക്കെ തന്നെയാണുള്ളത്. വിഷ്വലിലേക്ക് വരുമ്പോഴും നല്ലതായിരുന്നു. നമുക്കങ്ങനെ മോശം പറയാനുള്ളതൊന്നുമില്ല. ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് ഡെലിവർ ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഇതിൻ്റെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ ആണ്. അത് സ്ക്രിപ്റ്റിലെ അവരങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടാട്ടോ. അതായത് ഒരു പെർട്ടിക്കുലർ സീനിലിരുന്ന ഒരു ക്യാരക്ടർ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മറ്റൊരു സീനിലിരിക്കുന്ന മറ്റൊരു ക്യാരക്ടറാണ് ഉത്തരം പറയുന്നത്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ രണ്ട് സ്ഥലത്ത് പാരലലി കോൺവെർസേഷൻ നടക്കുന്നുണ്ട്, ചോദ്യവും ഉത്തരവും. പക്ഷേ രണ്ട് കഥാപാത്രങ്ങൾ രണ്ട് സ്ഥലത്തിരുന്ന് പറയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ ഒരു പാറ്റേൺ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഒന്നിൽ കൂടുതൽ തവണ അത് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അന്വേഷണം എന്ന് പറയുന്നൊരു ഫാക്ടർ അതാണല്ലോ ഇത്തരം ഇൻവെസ്റ്റിഗേഷൻ സിനിമകളിൽ നമ്മളെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒരു ഘടകം. അതിൽ നമ്മുടെ പോലീസുകാരൻ ഭയങ്കര ബ്രില്യൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വളരെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചോദിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതായത് പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് തിരക്കഥാകൃത്ത് പറഞ്ഞു ഞാനത് അന്വേഷിച്ചു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. അല്ലാതെ വേറെയും സിമിലാരിറ്റീസും കാര്യങ്ങളൊക്കെ തുടക്കത്തിലേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിലേക്കൊന്നും എഫേർട്ട് ഇടുന്നില്ല എന്ന് തോന്നി. പക്ഷേ ഓവറോൾ ഓക്കെ എന്നുള്ള രീതിയിലാണ്. അതൊക്കെ ഓക്കെ ആയിരുന്നെങ്കിലും ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ ചുരുളഴിഞ്ഞ് വരുന്ന സമയത്താണ് കുറേ വഴി നോക്കി പല രീതിയിൽ എല്ലാം സെറ്റപ്പാക്കാൻ നോക്കി, നടന്നില്ല. എന്നാൽ പിന്നെ കുറച്ച് സാമൂഹ്യ പ്രതിബദ്ധത പിടിച്ചിട്ട് അതുവഴി കയറി പിടിക്കാം എന്നാലോചിച്ചിട്ട് ചെയ്യുന്ന എനിക്ക് ഏതാണ്ടൊക്കെ ആ ലൈനിലുള്ള ഒരു ക്യാരക്ടറായിട്ട് തോന്നി. സിനിമയിൽ അതെന്തോ ഭയങ്കര സംഭവമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ ഒരു പെർട്ടിക്കുലർ പോർഷനിലുണ്ട്. പക്ഷെ എനിക്കതൊട്ടും ദഹിച്ചിട്ടില്ല. നമ്മുടെ നായക കഥാപാത്രം അതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ഗുണപാഠം ഒക്കെ ലാസ്റ്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോലും എനിക്കതൊരു തൃപ്തികരമായ ഒരു സിറ്റുവേഷനായിട്ട് തോന്നിയില്ല. അതൊരു ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ ഈ വില്ലൻ്റെ പ്രതികാര പരിപാടികളൊക്കെ പറയുമ്പോഴേ ഇറ്റ്സ് നോട്ട് സീരിയൽ കില്ലിങ്, ഇറ്റ്സ് സീരിയൽ ലെവൽ കില്ലിങ് എന്ന് പറയുന്ന പോലത്തെ ഒരവസ്ഥയിലേക്ക് ആയിപ്പോയി. ഒരു ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയിപ്പോയ പോലത്തെ ഒരു ഫീല് ഈ ക്രൈംസിലാണെങ്കിലും ക്രൈം കണ്ടുപിടിക്കുന്നതിലാണെങ്കിലും അതിൻ്റെ റീസൺസിലേക്ക് വരുമ്പോഴാണെങ്കിലും എനിക്കൊട്ടും
അപ് ടു ദ മാർക്കായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു തവണ നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ ഇരുന്ന് കാണുമ്പോൾ തരക്കേടില്ലാത്ത രീതിയിൽ എൻഗേജിങ് ആയി കൊണ്ടുപോകാൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ എനിക്കൊരു ഓക്കെ അനുഭവമാണെന്ന് പറഞ്ഞത്. പക്ഷേ അതെൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. എല്ലാ സിനിമകളും തിയേറ്ററിൽ കണ്ട് വിലയിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. പിന്നെ മേനകയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മേനക കണ്ട സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു മേനകയാണോ ഈ സിനിമയാണോ ബെറ്റർ എന്ന്. അപ്പോൾ മേനകയാണ് ബെറ്റർ, ഈ സിനിമയേക്കാൾ കുറച്ചും കൂടി മികച്ചത് മേനക എന്ന് പറയുന്ന വെബ് സീരീസ് ആണെന്നാണ് പറഞ്ഞത്. മനോരമ മാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അത് കാണുന്നില്ല. കാര്യം ഓൾറെഡി പടം കണ്ടു, ക്ലൈമാക്സും ട്വിസ്റ്റും ഒക്കെ മനസ്സിലായി. ഇനിയിപ്പോൾ വെബ് സീരീസ് കണ്ടിട്ട് പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടുമോ എന്നറിയില്ല. എന്തായാലും ഒരു ഇൻഫർമേഷൻ കിട്ടി, അത് ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ശരി.